നമ്മുടെ ആമസോണിൻ്റെ ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവൽ പോലെ അതുപോലെ തന്നെ നമ്മുടെ ഫ്ലിപ്കാർട്ടിൻ്റെ ബിഗ് ബില്യൺ ഡേയ്സ് പോലെ പ്ലേ സ്റ്റേഷൻ സോണിയുടെ ഒരു സോണിക്ക് നമുക്ക് ഒരു പ്ലേ സ്റ്റേഷനും നമ്മുടെ ഗെയിംസിനും വേണ്ടി അതുപോലൊരു ദിവസമുണ്ട്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സൈബർ ടെക് ചാനൽ. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് നമ്മുടെ PS5 സബ്സ്ക്രിപ്ഷൻ എങ്ങനെ ഓഫറിൽ റിന്യൂ ചെയ്യാം, അതുപോലെ തന്നെ നമ്മുടെ PS സ്റ്റോറിൽ നിന്ന് എങ്ങനെ ഗെയിം നമുക്ക് ഓഫറിൽ പർച്ചേസ് ചെയ്യാം, അതുപോലെ തന്നെ നമുക്ക് എങ്ങനെ നമ്മുടെ പൈസ നമുക്ക് ലോഡ് ചെയ്യാം, നമ്മുടെ PS അക്കൗണ്ടിൽ എങ്ങനെ ലോഡ് ചെയ്യാം. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ഗെയിംസ് PS സ്റ്റോറിൽ നിന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. എനിക്ക് ആമസോണിനെക്കാട്ടിയും ഏറ്റവും ചീപ്പായിട്ട് നമുക്ക് ഗെയിംസ് കിട്ടുന്നത് PS സ്റ്റോറിൽ തന്നെയാണ്. ഞാനത് പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, ഞാൻ വാങ്ങിയിട്ടുണ്ട് ഗെയിമുകൾ. അപ്പൊ അതുപോലെ തന്നെ നമുക്ക് എല്ലാ വർഷവും ഒരു സമയത്ത് നമുക്ക് PS സബ്സ്ക്രിപ്ഷൻ ഓഫറിൽ കിട്ടും, വെരി നല്ല ഓഫറിൽ കിട്ടും. അപ്പം എല്ലാ വർഷവും ഉണ്ട്. എല്ലാ വർഷവും ഞാൻ അങ്ങനെയാണ് റിന്യൂ ചെയ്യുന്നത്. ഒരിക്കലും ഞാൻ ഫുൾ എമൗണ്ട് എടുത്ത് റിന്യൂ ചെയ്യാറില്ല. അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങളെ ഞാൻ കാണിക്കാം. അതുപോലെ തന്നെ നമുക്ക് PS5 എങ്ങനെ മണി ലോഡ് ചെയ്ത് ഗെയിം പർച്ചേസ് ചെയ്തിട്ടുള്ളതെന്ന് നോക്കാം, എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. അപ്പോൾ അതൊക്കെയാണ് നമ്മളിന്ന് വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ തുടർന്നതാണ്. നമ്മുടെ ആമസോണിൻ്റെ ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവൽ പോലെ അതുപോലെ തന്നെ നമ്മുടെ ഫ്ലിപ്കാർട്ടിൻ്റെ ബിഗ് ബില്യൺ ഡേയ്സ് പോലെ പ്ലേ സ്റ്റേഷൻ സോണിയുടെ സോണിക്ക് നമുക്ക് ഒരു പ്ലേ സ്റ്റേഷനും നമ്മുടെ ഗെയിംസിനും വേണ്ടി അതുപോലൊരു ദിവസമുണ്ട്. അതെന്ന് പറയുന്നത് എപ്പോഴും മെയ് മിഡിലും അതുപോലെ ജൂൺ മിഡ് വരെയാണ് ഇതിൻ്റെ എപ്പോഴും നടക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സോണി ഡേയ്സ് ഓഫ് പ്ലേ എന്നൊരു ഒരു ഇവൻ്റ് തന്നെ നടക്കുന്നുണ്ട് എല്ലാ വർഷവും. എത്ര പേർക്ക് അറിയുന്നറിയില്ല, സോണി ഡേയ്സ് ഓഫ് പ്ലേ PS5 കൺസോൾസിന് ഓഫറുണ്ട്, PS5 ഗെയിംസിന് ഓഫർ കിട്ടും, അതുപോലെ PS5 സബ്സ്ക്രിപ്ഷൻസ് ഓഫർ കിട്ടും. എല്ലാം ആ ദിവസങ്ങളിൽ നമുക്ക് പല ഗെയിംസുകളും ഫ്രീ ആയിട്ട് കിട്ടും. എനിക്ക് ആ ദിവസത്തിൽ എനിക്കൊരു ഗെയിം ഫ്രീ ആയിട്ട് കിട്ടിയായിരുന്നു. നമ്മുടെ GTയുടെ സാൻ ആൻഡ്രിയാസ് എന്നൊരു ഗെയിം എനിക്ക് ആ ദിവസം ഫ്രീ ആയിട്ട്, അതിന് ഏകദേശം ഒരു 1000 രൂപ അടുപ്പിച്ച് വരുമെന്ന് തോന്നുന്നു, 1500 സംതിങ്. അതെനിക്ക് ഫ്രീ ആയിട്ട് ഒന്ന് കിട്ടിയായിരുന്നു. ആ ഒരു ഡേയ്സ് ഓഫ് പ്ലേയുടെ സമയത്ത് നമുക്ക് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാം. ക്രിക്കറ്റിൻ്റെ ഗെയിം എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു ആ ദിവസങ്ങളിൽ. അപ്പം നിങ്ങൾക്ക് ഈ ഒരു ദിവസം മെയ് 15 അല്ലെങ്കിൽ മെയ് മിഡ് ടു ജൂൺ മിഡ് ആയിരിക്കും ഈ ഒരു ആക്ടിവിറ്റി അല്ലെങ്കിൽ ഇവൻറ്റ് നടക്കുന്നത്. ആ സമയത്ത് നമുക്ക് PS5 സബ്സ്ക്രിപ്ഷൻ, PS Plus സബ്സ്ക്രിപ്ഷൻ എടുക്കുകയാണെങ്കിൽ നല്ലൊരു ഡിസ്കൗണ്ട് 25% അപ് ടു 25 ലൈക്ക് 30 to 25 ഇടയ്ക്ക് നമുക്ക് ക്യാഷ് ബാക്ക് അല്ലെങ്കിൽ ഒരു ഡിസ്കൗണ്ട് കിട്ടും. അപ്പോൾ ഈ സമയത്ത് നിങ്ങൾ ഈ ഒരു സബ്സ്ക്രിപ്ഷൻ PS Plus സബ്സ്ക്രിപ്ഷനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഗെയിംസ് പർച്ചേസ് ചെയ്യണമെങ്കിലോ ഇതാണ് ബെസ്റ്റ് ടൈം. അപ്പോൾ ഈ സമയത്ത് പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മാക്സിമം ഡിസ്കൗണ്ട്. ഞാൻ PS സബ്സ്ക്രിപ്ഷൻ എടുത്തപ്പോഴത്തേക്ക് 5000 രൂപയാണ് ഞാൻ കൊടുത്തത്. ഒറിജിനൽ റേറ്റ് 6699 അപ്പോൾ അത് അത്രയും നമുക്ക് ഓഫ് കിട്ടി. അതുപോലെ തന്നെ ഗെയിംസ് പർച്ചേസ് ചെയ്യാൻ നമുക്ക് ഈ ഒരു ഡേയ്സ് ഓഫ് പ്ലേ എന്നൊരു സമയത്താണ് ഗെയിംസൊക്കെ മാക്സിമം ഡിസ്കൗണ്ടിൽ കിട്ടുന്നത്. അതുപോലെ ഫ്രീ ബീസ് നമുക്ക് കുറേ ഗെയിംസ് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും. എനിക്ക് ക്രിക്കറ്റിൻ്റെ ഗെയിംസ് ഫ്രീ ആയിട്ട് കിട്ടി. അതുപോലെ തന്നെ ഒരു GTA സാൻ ആൻഡ്രിയാസ് എന്നൊരു പഴയ ഗെയിമുണ്ട്, അത് എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടി. അങ്ങനെ കുറേ ഗെയിംസ് ഫ്രീ ആയിട്ട് കിട്ടി. അപ്പോൾ ഇതൊക്കെ നടക്കുന്നത് ഈ പറയുന്ന ഒരു ഡേയ്സ് ഓഫ് പ്ലേ എന്ന് പറയുന്ന ഇവൻറ്റിൻ്റെ സമയത്താണ്. അപ്പോൾ നിങ്ങളുടെ അടുത്ത ക്വസ്റ്റ്യൻ, നമുക്ക് എങ്ങനെ PS അക്കൗണ്ടിൽ മണി ലോഡ് ചെയ്തിട്ട് പർച്ചേസ് ചെയ്യാം, ഗെയിംസ് പർച്ചേസ് ചെയ്യാം അല്ലെങ്കിൽ സബ്സ്ക്രിപ്ഷൻ പർച്ചേസ് ചെയ്യുന്നുള്ളതായിരിക്കും. അപ്പോൾ അതെങ്ങനെ ചെയ്യാന്നുള്ളത് ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കാണിക്കാം. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് എൻ്റെ ആമസോൺ അക്കൗണ്ടിൻ്റെ ഓർഡർ സെക്ഷനാണ്. ആമസോൺ അക്കൗണ്ട് ഓർഡർ സെക്ഷനിൽ നിങ്ങൾക്ക് കാണാം ഞാൻ പർച്ചേസ് ചെയ്തേക്കുന്നത് പ്ലേ സ്റ്റേഷൻ സ്റ്റോർ ഗിഫ്റ്റ് കാർഡ് എന്ന് പറയുന്ന ഒരു കാര്യം നിങ്ങൾക്ക് കാണാം. ഇത് ഞാൻ ഈ വർഷം മാത്രമല്ല മേടിച്ചേക്കുന്നത്, കഴിഞ്ഞ വർഷവും ഈ PS5 മേടിച്ച സമയത്ത് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. പ്രൂഫ് സഹിതം ഞാൻ കാണിക്കുന്നുണ്ട്. ഓർഡർ ഡീറ്റെയിൽസ് 5800 രൂപയുടെ ഒരു ഗിഫ്റ്റ് കാർഡ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു 2023. അതുപോലെ തന്നെ ഈ വർഷവും ഞാൻ അതേപോലെ തന്നെ 5000 രൂപ, അന്ന് എനിക്ക് 5800 ആയിട്ടുണ്ടെങ്കിൽ ഈ പ്രാവശ്യം എനിക്ക് 5000 രൂപ ആയിട്ടുള്ളൂ. കാരണം ഞാൻ പറഞ്ഞില്ല, ഓഫർ 25% ഓഫറിലാണ് എനിക്ക് സബ്സ്ക്രിപ്ഷൻ കിട്ടിയത്. ഈവൻ സബ്സ്ക്രിപ്ഷൻ്റെ എമൗണ്ട് കൂടിയിട്ട് പോലും എനിക്ക് 5000 രൂപയേ ആയിട്ടുള്ളൂ പർച്ചേസ് ചെയ്യാൻ. പ്ലാനിൻ്റെ ഒറിജിനൽ പ്രൈസ് 6699 ആയിരുന്നു. അപ്പോൾ അത് ഓപ്പൺ ചെയ്തിട്ട് ഇതാണ് നമ്മുടെ ആ പറയുന്ന ഗിഫ്റ്റ് കാർഡ്. എപ്പോഴും ശ്രദ്ധിക്കുക, ഈ ഒരു ഗെയിം വാങ്ങുമ്പം നമ്മൾ എക്സ്പ്രസ് ഗെയിം എന്ന് പറയുന്ന സെല്ലറിൻ്റെ കയ്യിൽ നിന്ന് മാത്രമേ വാങ്ങാവുള്ളൂ. മേക്ക് ഷുവർ യു ആർ ബൈയിങ് ഇറ്റ് ഫ്രം ദി എക്സ്പ്രസ് സെല്ലർ. അതാണ്. അല്ലെങ്കിൽ ഇവരെന്ന് പറയുന്നത് ട്രസ്റ്റഡ് ആണ്. ഞാൻ വർഷങ്ങളായിട്ട് ഇവരുടെ സബ്സ്ക്രിപ്ഷൻ അല്ലെങ്കിൽ ഈ പറയുന്ന ഗിഫ്റ്റ് കാർഡ് വാങ്ങാറുണ്ട്. ഞാൻ ചെറിയ എമൗണ്ടുകളുടെ ഗിഫ്റ്റ് കാർഡും വാങ്ങി യൂസ് ചെയ്യാറുണ്ട്. ചിലപ്പോൾ നമുക്ക് അത്യാവശ്യം ഒരു ഗെയിമൊക്കെ വാങ്ങണമെങ്കിൽ 1000 രൂപയുടെ ഗെയിം മേടിക്കണം അല്ലെങ്കിൽ 500 രൂപയുടെ ഗെയിം എടുക്കണമെങ്കിലൊക്കെ നമുക്ക് ഇവരുടെ നിന്ന് പല എമൗണ്ടിനുള്ള ഗിഫ്റ്റ് കാർഡ് കിട്ടും. ഞാൻ പറഞ്ഞു, നമ്മൾ ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കഴിഞ്ഞാൽ, നമ്മൾ ഈ ഗിഫ്റ്റ് കാർഡ് വാങ്ങിക്കഴിഞ്ഞാൽ 1 മണിക്കൂറിനുള്ളിൽ നമുക്ക് ഇമെയിൽ ഡെലിവറി ആയിട്ടാണ് നമുക്ക് ഈ പ്രോഡക്റ്റ് നമ്മുടെ ഇമെയിൽ കിട്ടുന്നത്. ഇമെയിൽ ഡെലിവറി ആയിട്ടാണ് വരുന്നത്. കണ്ടില്ലേ, ഇങ്ങനൊരു ഇമെയിൽ ആയിരിക്കും വരുന്നത്. യു ഹാവ് റിസീവ്ഡ് എ ന്യൂ മെസ്സേജ് ഫ്രം ദ സെല്ലർ എക്സ്പ്രസ് ഗെയിംസ്, അതുപോലെ തന്നെ സോണി പ്ലേ സ്റ്റേഷൻ സ്റ്റോർ ഗിഫ്റ്റ് കാർഡ് എന്ന് പറയും. അതിൻ്റെ താഴെ പ്രോഡക്റ്റ് കീ, ഈ ഓൾറെഡി റെഡീം ചെയ്ത പ്രോഡക്റ്റ് ആണ്.
അതുകൊണ്ടാണ് നിങ്ങളെ കാണിക്കുന്നത്. നമുക്ക് ഈ പ്രോഡക്റ്റ് എടുത്തുകൊണ്ട് പോവാം. ഇത് ഇവിടുന്ന് കോപ്പി ചെയ്തതിന് ശേഷം നമുക്ക് ഡയറക്റ്റ് വേണമെങ്കിൽ നമുക്ക് നമ്മുടെ പ്ലേ സ്റ്റേഷനിൽ എൻ്റർ ചെയ്യാൻ പറ്റും. അതല്ല, അത് ഡയറക്റ്റ് പ്ലേ സ്റ്റേഷനിൽ എൻ്റർ ചെയ്യുമ്പം നമ്മൾ ഒരു പർച്ചേസ് ചെയ്യണം. എന്തെങ്കിലും പർച്ചേസ് ചെയ്യുമ്പം ആഡ് ടു കാർട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഡയറക്റ്റ് PS5 എൻ്റർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതല്ല, നമുക്ക് ഡയറക്റ്റ് അല്ലാതെ തന്നെ നമുക്ക് നമ്മുടെ കോഡ് ആഡ് ചെയ്യണമെങ്കിൽ നമുക്ക് പ്ലേ സ്റ്റേഷൻ്റെ അക്കൗണ്ടിൽ വന്നതിന് ശേഷം store.playstation.com എന്ന സൈറ്റിൽ വന്നതിന് ശേഷം ലോഗിൻ ചെയ്യുക. അതിനുശേഷം നമുക്ക് ഈ പറയുന്ന റെഡീം കോഡ് എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ആ കോഡ് അടിച്ചു കൊടുത്തിട്ട് നമുക്ക് അതിന് സൈൻ ഇൻ ചോദിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ആ റെഡീം ചെയ്യുന്ന കോഡ് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഡൗട്ട് കാണും, എങ്ങനെ നമുക്ക് ഡയറക്റ്റ് PS5ലേക്ക് കോഡ് റെഡീം ചെയ്യാന്നുള്ളത്. അതിൻ്റെ ഒരു ഓപ്ഷൻ ഇല്ല നമുക്ക് PS5ൽ. നമുക്ക് പ്രൊഫൈൽ വരുവാണെങ്കിൽ ഇങ്ങോട്ട് ഉണ്ട് റെഡീം കോഡ് എന്നൊരു ഓപ്ഷൻ ഇല്ല. ബട്ട് ഒരു ഓപ്ഷൻ ഉണ്ട്. നമ്മൾ ഏതെങ്കിലും ഒരു ഗെയിം നമുക്കിപ്പോൾ ആഡ് ചെയ്ത എമൗണ്ടിന് ഉള്ളൊരു ഗെയിം ഇപ്പോൾ നോക്കുവാണെങ്കിൽ നമുക്ക് എപ്പോഴും ഓഫർ കാണാം. 75% നമുക്ക് ക്ലിക്ക് ചെയ്ത് നോക്കാം. ഇവിടെ വരുമ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു ഗെയിം ലൈക്ക് നമ്മളിപ്പോൾ ആഡ് ചെയ്ത് 5000 രൂപ ആണെന്ന് കരുതിക്കോ. അപ്പം നമുക്ക് 5000-ൻ്റെ ഫോർ എക്സാമ്പിൾ നമുക്ക് 2499 ഗെയിം പർച്ചേസ് ചെയ്യാം. അതിനുവേണ്ടി നമ്മളിവിടെ എന്ത് ചെയ്യേണ്ടത്, ആഡ് കൊടുക്കുക, സെലക്ട് ചെയ്ത് കൊടുക്കുക. ഉണ്ട് ഇവിടെ ഓർഡർ ആൻഡ് പേ എന്നൊരു ഓപ്ഷൻ വരും ഗെയിം ആഡ് കഴിയുമ്പോൾ. ഇത് കൊടുത്തു കഴിയുമ്പോൾ തന്നെ നമുക്കൊരു ഓപ്ഷൻ കണ്ടില്ലേ, റെഡീം കോഡ് ആൻഡ് ക്രെഡിറ്റ് കാർഡ്. ഈ 2 ഓപ്ഷനാണുള്ളത്. നമ്മൾ കോഡ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കത് വെച്ച് ഇവിടെ റെഡീം ചെയ്യാം. നമുക്ക് ഈ 12 ഡിജിറ്റ് കോഡ് അടിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഓക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 5000 രൂപയുടെ കോഡ് നമ്മൾ ആഡ് ചെയ്യുന്നെങ്കിൽ ഓൺലി 2500 രൂപ മാത്രമേ പോകത്തുള്ളൂ. ബാക്കി നമ്മുടെ അക്കൗണ്ടിൽ ആഡ് ആയി കിടക്കും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കോഡ് ആഡ് ചെയ്യുന്നത് ഇൻ PS5.